ജീവിതത്തിൽ ഒരു പരീക്ഷണം പോലും വരാതിരിക്കാൻ, എല്ലാ ചെറുതും വലുതുമായ പരീക്ഷണങ്ങളിൽ നിന്നും പ്രൊട്ടക്ഷൻ ലഭിക്കാൻ അങ്ങനൊരു ദിക്റുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചതാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് വരെ കേട്ടിട്ടില്ല എങ്കിൽ ഇന്ന് നമ്മൾ കേൾക്കാൻ പോവുകയാണ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അത്ഭുതകരമായ നല്ല പവർഫുൾ ആയിട്ടുള്ള ആ ദിക്ർ ഏതാണെന്നറിയാനും അത് എങ്ങനെയാണ് ചൊല്ലേണ്ടതെന്നറിയാനും ഇൻഷാ അല്ലാഹ് മജ്‌ലിസ് മുഴുവനായി കേൾക്കുകയും ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാമുൻ അലാ ഇബാദിഹിൽ ലദീന ഇസ്തഫാ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്‌ലിസിനെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സന്തോഷം നൽകട്ടെ, സമാധാനം നൽകട്ടെ. എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹു നമുക്ക് മോചനം നൽകട്ടെ. ദുആ വസിയത്ത് ചെയ്ത സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്, ഉമ്മമാരുണ്ട്, പെങ്ങന്മാരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ആഗ്രഹങ്ങളെ അല്ലാഹു സഫലമാക്കട്ടെ, വിഷമങ്ങളെ അല്ലാഹു മാറ്റട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതത്തിൽ അല്ലാഹു നമുക്ക് പല പരീക്ഷണങ്ങളും നൽകിയേക്കാം. ജീവിതം തന്നെ ഒരു പരീക്ഷണമാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. ജീവിതം തന്നെ ഒരു പരീക്ഷണമാണെന്ന് വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ മുൽക്ക്. പല പരീക്ഷണങ്ങളും നമ്മൾ അനുഭവിച്ചു, പലതും നമ്മിൽ പലരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇനിയും എത്രയോ പരീക്ഷണങ്ങൾ നാം അനുഭവിക്കാനിരിക്കുന്നു. അല്ലാഹു അലം. അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത പരീക്ഷണങ്ങളിൽ നിന്ന് നമുക്ക് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകാതിരിക്കാൻ, ചെറിയ പരീക്ഷണം മുതൽ വലിയ പരീക്ഷണം വരെയുള്ള ഒരു പരീക്ഷണവും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ, പരീക്ഷണങ്ങളിൽ നിന്ന് പ്രൊട്ടക്ഷൻ ലഭിക്കാൻ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിച്ച അത്ഭുതകരമായ ഒരു ദിക്റാണ് നമ്മൾ പഠിക്കുന്നത്. അതെങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, അതെപ്പോഴാണ് നമ്മൾ ചൊല്ലേണ്ടത്, ഇൻഷാ അല്ലാഹ് നമ്മൾ സംസാരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന പരീക്ഷണങ്ങൾ പലതാണ്. പരീക്ഷണങ്ങളിൽപ്പെട്ട, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുഭാഗം നാം ഒന്ന് കണ്ണോടിച്ചു നോക്കിക്കഴിഞ്ഞാൽ എത്ര പരീക്ഷണങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുക. പ്രധാനപ്പെട്ട ഒരു പരീക്ഷണമാണ് ശാരീരികമായ പ്രയാസങ്ങൾ, രോഗങ്ങൾ എന്നുള്ളത്. നമ്മുടെ ചുറ്റുഭാഗം, നമ്മുടെ അയൽവാസികളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സൗഹൃദ വലയങ്ങളിൽ, നമ്മുടെ പരിചയ വലയങ്ങളിൽ നാം ഒന്ന് കണ്ണോടിച്ചു നോക്ക്. എത്ര ക്യാൻസർ രോഗികൾ നമുക്ക് കാണാൻ കഴിയും. അതിൽ ചെറുപ്പക്കാരുണ്ട്, യുവാക്കളുണ്ട്, കുട്ടികളുണ്ട്, പ്രായമായവരുണ്ട്, കിഡ്നി രോഗികളെ നമുക്ക് കാണാൻ കഴിയും. ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എത്രയോ രോഗികൾ. കിഡ്നി മാറ്റിവെച്ചാലേ ഇനി രക്ഷയുള്ളൂ. 30 ലക്ഷം 35 ലക്ഷം എന്ന് പറയുന്ന എത്രയോ രോഗികളുണ്ട്. അള്ളാഹു നമ്മെ സലാമത്താക്കുമാറാകട്ടെ. ഇങ്ങനെയുള്ള രോഗങ്ങൾ നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ദിക്റാണ്. ചെറിയ പനി മുതൽ വലിയ ക്യാൻസർ വരെയുള്ള അസുഖങ്ങൾക്ക്, പരീക്ഷണങ്ങൾക്ക് ഈ ഒരു ദിക്ർ പരിഹാരമാണ്. എത്രയോ ആളുകൾ സ്ട്രോക്ക് വന്ന് ശരീരം തളർന്നു പോയവരുണ്ട്, വ്യത്യസ്തമായ അസുഖങ്ങളുള്ളവരുണ്ട്, ശരീരത്തിൽ വെള്ളപ്പാണ്ട് കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, ശരീരത്തിൽ വൃത്തികെട്ട രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അള്ളാഹു എല്ലാവരുടെയും രോഗങ്ങൾക്ക് ശിഫ നൽകട്ടെ. രോഗം എന്നുള്ളതൊരു പരീക്ഷണമാണ്. ആ രോഗത്തിൽ നിന്ന് രോഗമെന്ന പരീക്ഷണം നമ്മുടെ ജീവിതത്തിലേക്ക് വരാതിരിക്കാൻ ഒന്ന്. അതുപോലെ മറ്റൊരു പരീക്ഷണമാണ് സാമ്പത്തികം എന്നുള്ളത്. ചില ആളുകൾ കണ്ടിട്ടില്ലേ, നന്നായി ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന, നന്നായി നല്ല നിലയിൽ ജീവിച്ചിരുന്ന ആളുകൾ പെട്ടെന്ന് അവരുടെ ബിസിനസ് തകർന്നു പോകുന്നു. അള്ളാഹു നൽകിയ നിഅമത്ത് നീങ്ങിപ്പോവുക എന്നുള്ളത് വലിയ ഒരു പ്രയാസമാണ്, വലിയൊരു പരീക്ഷണമാണ്. എത്രയോ പ്രവാസികൾ പ്രവാസ ലോകത്ത് വർഷങ്ങളോളം ജോലി ചെയ്ത് ജോലി ഒന്ന് മെച്ചപ്പെട്ടു വരുമ്പോഴേക്കും അസുഖം വന്നിട്ടോ അല്ലെങ്കിൽ അവരുടെ ജോലി മറ്റ് ഏതെങ്കിലും രൂപത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ട് തിരിച്ചു വന്ന എത്രയോ പ്രവാസികളെ നമുക്കറിയാം. പ്രയാസമാണ്. സർക്കാർ ജോലി എത്രയോ ആശിച്ചുകൊണ്ട് പരിശ്രമിച്ചുകൊണ്ട് പരീക്ഷ എഴുതിയിട്ട് പണം കെട്ടിവെച്ച് ലഭിച്ച സർക്കാർ ജോലി വരെ നഷ്ടപ്പെട്ടു പോകുന്ന ആളുകളുണ്ട്. ചില കമ്പനികളിൽ ജോലി ചെയ്തിരുന്ന ആളുകൾ, ആത്മാർത്ഥമായി ജോലി ചെയ്തിരുന്നവരാണ്, പിരിച്ചുവിട്ടു.
അതുപോലെ പണിയില്ലാതെ നടക്കുന്ന എത്രയോ ആളുകൾ, പണിക്ക് പോകാൻ കഴിയാത്ത എത്രയോ ആളുകൾ, പണിക്ക് പോകാനുള്ള ആരോഗ്യമില്ലാത്ത എത്രയോ ആളുകൾ, ഇങ്ങനെ സാമ്പത്തികമായ പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കുന്ന എത്രയോ പരീക്ഷണങ്ങൾ നമ്മുടെ ചുറ്റും നമുക്ക് കണ്ണോടിച്ചാൽ കാണാൻ കഴിയും. അങ്ങനെയുള്ള സാമ്പത്തിക പരീക്ഷണത്തിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കാൻ, വീടില്ലാത്ത എത്രയോ ആളുകൾ, അള്ളാഹു ചില ആളുകൾ അങ്ങനെ പരീക്ഷിക്കുക. വീട് എന്നുള്ളത് അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ്. ദുനിയാവിൽ അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളിൽപ്പെട്ടൊരു അനുഗ്രഹമാണ് വിശാലമായ വീട്. അതുപോലെ സൗകര്യപ്രദമായ ഉപയോഗിക്കാൻ പറ്റുന്ന മാന്യമായ ഒരു വാഹനമൊക്കെ ഉണ്ടാവുക എന്നുള്ളത്. ഒരു ബൈക്ക് പോലും ഇല്ലാത്ത എത്ര ആളുകളുണ്ട്. കാലങ്ങളോളമായി വാടക വീട്ടിൽ താമസിക്കുന്ന എത്രയോ ആളുകളുണ്ട്. സ്വന്തമായ ഒരു വീട് വെക്കാൻ കഴിയാത്ത എത്രയോ ആളുകളുണ്ട്. അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സലാമത്താക്കുമാറാകട്ടെ. അപ്പോൾ സാമ്പത്തികമാകട്ടെ, ശാരീരികമാകട്ടെ, മാനസികമാകട്ടെ, മറ്റു ഏത് പരീക്ഷണമാകട്ടെ, കടം കൊണ്ട് പൊറുതിമുട്ടുന്ന ആളുകളില്ലേ, പലിശ അടച്ചിട്ടും ലോൺ അടച്ചിട്ടും ഒരു മാർഗവുമില്ല അതിൽ നിന്ന് രക്ഷ ലഭിക്കാൻ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു സലാമത്താക്കട്ടെ. കുടുംബപരമായ പ്രശ്നങ്ങൾ, ദാമ്പത്യ ജീവിതം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ, വിവാഹ തടസ്സങ്ങൾ, മക്കളില്ലായ്മ, കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായി മക്കളില്ല, ഇങ്ങനെ തുടങ്ങി നമ്മളൊരു യാത്ര പോയാൽ എത്ര ആക്സിഡന്റുകൾ നമ്മൾ കാണുന്നുണ്ട്. പരീക്ഷണങ്ങളാണ്. എത്ര അപകടങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പരീക്ഷണമാണ്. മറ്റൊരു പരീക്ഷണമാണ് തെറ്റ് ചെയ്യുക എന്നുള്ളത്. തെറ്റ് ചെയ്യുന്ന ആളുകളെ കാണുമ്പോൾ, അവർ തെറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ, അത് അള്ളാഹു അവർക്ക് നൽകുന്നൊരു പരീക്ഷണമാണല്ലോ. ഇങ്ങനെ തുടങ്ങി ഏത് പരീക്ഷണങ്ങളും, ഒരു പരീക്ഷണങ്ങളും, ചെറുതും വലുതുമായ ഒരു വിപത്തും ഒരു പ്രയാസവും ഒരു പരീക്ഷണവും അള്ളാഹു നമ്മുടെ ജീവിതത്തിലേക്ക് തരാതിരിക്കാൻ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ച അത്ഭുതകരമായൊരു ദിക്റുണ്ട്. ഈ ദിക്ർ നമ്മൾ ഇന്ന് പഠിക്കുകയാണ്. ഏതാണ് ദിക്ർ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മൻ റആ മുബ്തലൻ, പരീക്ഷിക്കപ്പെട്ട ഒരാളെ ഒരുത്തൻ കണ്ടു കഴിഞ്ഞാൽ, ഒരു രോഗിയെ നമ്മൾ കണ്ടു, അല്ലെങ്കിൽ സാമ്പത്തികമായി തകർന്നവനെ നമ്മൾ കണ്ടു, വീടില്ലാത്തവനെ കണ്ടു, ആക്സിഡന്റ് ആയവനെ കണ്ടു, തെറ്റ് ചെയ്യുന്നവനെ കണ്ടു, ഇങ്ങനെ തുടങ്ങി ഏതെങ്കിലും ഒരു പരീക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയെ നമ്മൾ കണ്ടാൽ ആ സമയത്ത് നമ്മൾ ഇങ്ങനെ പറഞ്ഞാൽ, നമ്മൾ പറയേണ്ടത് മനസ്സിലാണ്, ഉറക്കനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കുന്നയാൾക്ക് വിഷമം ഉണ്ടാകും. അതുകൊണ്ട് മറ്റുള്ളവരെ കേൾപ്പിച്ച് പരീക്ഷിക്കപ്പെട്ട ആളുകൾ അവർ കേൾക്കുന്ന രൂപത്തിൽ നമ്മൾ പറയരുത്. മാക്സിമം നമ്മൾ മനസ്സിൽ പറയുക, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ശരീരം മാത്രം കേൾക്കുന്ന രൂപത്തിൽ നമ്മൾ പറയുക. പരീക്ഷണങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, ക്യാൻസർ രോഗിയെ കണ്ടാൽ, കിഡ്നി തകരാറുള്ളവരെ കണ്ടാൽ, സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായവരെ കണ്ടാൽ, വീടില്ലാതെ കഷ്ടപ്പെടുന്നവരെ കണ്ടാൽ, ഇങ്ങനെ ഏതെങ്കിലും ഒരു പരീക്ഷണം അനുഭവിക്കുന്നയാളെ നമ്മൾ കണ്ടാൽ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അവൻ പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മ ഇബ്തലാക ബിഹി വഫളലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ളീലാ എന്നൊരാൾ പറഞ്ഞാൽ പഠിച്ചു വെക്കണേ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ഉപദേശിച്ചു തരുമ്പോൾ, അവിടുന്ന് നിർദ്ദേശിച്ചു തരുമ്പോൾ അമൂല്യമായ അറിവുകൾ, നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ, മൊഴിമുത്തുകൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വേണ്ടി സമർപ്പിക്കുമ്പോൾ നമ്മൾ അവഗണിക്കരുത്. നമ്മൾ പരിഗണിക്കണം, നമ്മൾ സ്വീകരിക്കണം, നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണം, നമ്മൾ കാണാതെ പഠിക്കണം, എന്നിട്ട് നമ്മുടെ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മ ഇബ്തലാക ബിഹി വഫളലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ളീലാ എന്നൊരാൾ പറഞ്ഞു. വിശാലമായ അർത്ഥമാണ്. നമുക്ക് ഷോർട്ടാക്കിയിട്ട് ഇതിന്റെ അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലാഹുവേ, ഇവന് നൽകിയ പരീക്ഷണം, ആ പരീക്ഷണം എനിക്ക് നൽകിയില്ലല്ലോ, അതിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തിയല്ലോ, എത്രയോ ആളുകളെക്കാൾ പല മഹത്വങ്ങളെ കൊണ്ടും എന്നെ നീ ഉന്നതനാക്കിയില്ലയോ എന്നൊക്കെ അർത്ഥം, ഇതിന്റെ ചുരുക്കർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല
മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ഈ ഒരു ദിക്ർ അൽഹംദുലില്ലാഹില്ലദി ആഫാനി മിമ്മ ബതലാക ബിഹി വഫളലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ളീലാ എന്ന ദിക്ർ പറഞ്ഞാൽ ലം യുസിബുഹു ദാലികൽ ബലാ, ആ പരീക്ഷണം ഇവന് എത്തൂല എന്ന് അസത്യത്തിന്റെ ലാഞ്ചനതരങ്ങളിൽ നിന്ന് തമാശക്ക് പോലും അടർന്നു വീണിട്ടില്ലാത്ത അള്ളാന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ നബി തങ്ങളാണ് പഠിപ്പിക്കുന്നത്. അവിടുന്ന് കള്ളം പറഞ്ഞിട്ടില്ലല്ലോ. അവിടുത്തെ അമൂല്യമായ ഒരു ഉപദേശമാണ് നമ്മൾ സ്വീകരിക്കുക, നമ്മൾ പരിഗണിക്കുക, നമ്മൾ ചേർത്ത് പിടിക്കുക. പരീക്ഷിക്കപ്പെട്ട ആളുകളെ കാണുമ്പോൾ, പരീക്ഷണങ്ങളെ കാണുമ്പോൾ ഈ ദിക്ർ പരീക്ഷിക്കപ്പെട്ട ആളുകൾ കേൾക്കാതെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ ആ പരീക്ഷണം, ഏതൊരു പരീക്ഷണം കാണുമ്പോഴാണ് നമ്മൾ ചൊല്ലുന്നത് ആ പരീക്ഷണം അള്ളാഹു നമുക്ക് തരൂല്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പഠിക്കാനും പകർത്താനും നമുക്ക് തൗഫീക്ക് തരട്ടെ. എല്ലാ ചെറുതും വലുതുമായ പരീക്ഷണങ്ങളിൽ നിന്നും നമ്മെയും നമ്മുടെ കുടുംബത്തെയും നാമുമായി ബന്ധപ്പെട്ടവരെയും ദുആ വസിയത്ത് ചെയ്തവരെയും അള്ളാഹു സലാമത്താക്കുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമ ചൊല്ലി മരിക്കാൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.